എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ സിതാരയാണെങ്കിൽ ഈ ദേഷ്യത്തിൽ വന്നിങ്ങനെ നിൽക്കുകയാണല്ലോ. കാരണം സിതാരയുടെ ഉള്ളിൽ എന്ന് പറയുന്നത് സിമിയോട് ഇങ്ങനെ പറയുകയാണ്, അത് ശരിക്കും ശാന്തിയുടെയും ശ്രീനിവാസിൻ്റെയും മകൾ തന്നെയാണ്, അതുകൊണ്ടാണ് ആ ചായ വന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്, നീ പോയി കിടന്നുറങ്ങുക, എല്ലാത്തിനും ഒരു പരിഹാരമാകുമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ കൃഷ്ണയുടെ അടുത്ത് ഗാഥയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, എന്താ പറയുക, വിഷമങ്ങളൊക്കെ പങ്കിടുന്നു, ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, വിഷമിക്കേണ്ട, നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഗാഥ വിചാരിക്കുന്നത് അമ്മ നവീനുമായിട്ടുള്ള വിവാഹം നടക്കാൻ സമ്മതിക്കുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പം സിതാരയാണെങ്കിൽ വേറൊരു പ്ലാനാണ് കണ്ടുവച്ചിരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ തറവാട്ടിലാണെങ്കിൽ മുത്തശ്ശിയും നവീൻ്റെ അച്ഛനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശാപത്തെ പറ്റിയും അതിൻ്റെ മോശത്തെ പറ്റിയൊക്കെ. അപ്പം നമ്മുടെ നിർമ്മല അതിലേ വരും. അപ്പം നിർമ്മല ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും എന്നും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുവാന്ന് മനസ്സിലാകുന്നില്ല, വല്ല നിധിയോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം നിർമ്മലേനെ മുത്തശ്ശിയും നവീൻ്റെ അച്ഛനും കൂടെ കളിയാക്കാം, ഉണ്ടെങ്കിൽ നീ പോയി എടുക്കുമോ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. പിന്നീട് നമ്മുടെ സിതാര വീട്ടിലേക്ക് സുനന്ദ ചെല്ലുകയാണ്. സുനന്ദ പേടിച്ചാണ് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ സിമി സുനന്ദയോട് ചോദിക്കും, ആ കുട്ടി എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പോയി എന്ന് പറയും. അവളുടെ അച്ഛൻ ആരാന്ന് ചോദിക്കും. അപ്പോൾ സുനന്ദ പറയും, അവളുടെ അച്ഛൻ ആരാണെന്നൊന്നും അറിയില്ല എന്ന് പറയും. അവളുടെ അമ്മയെ പറ്റിയാണ് എപ്പോഴും പറയുന്നത്, അവളുടെ അമ്മയുടെ അസുഖത്തെ പറ്റിയാണ് പറയുന്നത്. അതിനാണ് ആ കുട്ടി ഇവിടെ വന്നത്, കാരണം എത്ര ലക്ഷങ്ങൾ വേണം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സിതാരയാണെങ്കിൽ ഇത് കേൾക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ സിമിയോട് പറയും, അവരെ ഇങ്ങോട്ട് വിളിക്കാൻ പറയും. അങ്ങനെ സുനന്ദയെ സിതാരയുടെ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് പറയും, ഒരു കാര്യം ചെയ്യ്, എൻ്റെ മോളുടെ ചായയുള്ള ഒരാളല്ലേ, എനിക്ക് അവളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, ഞാൻ അവളുടെ അമ്മയുടെ സർജറിക്കുള്ള പണം തരാം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സിമി അത്ഭുതത്തോടെ നോക്കുകയാണ്. അപ്പോൾ സിമി ചോദിക്കുക എന്താ, അപ്പോൾ പറയും എല്ലാം വഴിയുണ്ടെന്ന് പറയും. അപ്പോൾ സിതാര പറയും, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. നമ്മുടെ നവീൻ ആദ്യം കഴിക്കുന്ന ആളിലെ നാഗശാപം ഏൽക്കുന്നത്, അത് കഴിഞ്ഞ് നമ്മുടെ ഗാഥയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമല്ലോ, അത് ഗാഥയെ പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്താം, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ പെട്ടെന്ന് സിമിക്കത് ഉൾക്കൊള്ളാനൊന്നും കഴിയുന്നില്ല. പക്ഷെ നമ്മുടെ സിതാര വിചാരിച്ചിരിക്കുന്നത് സിതാരയുടെ മകളല്ല എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുകയാണല്ലോ. അപ്പം അവളെ കുരുതിക്ക് കൊടുക്കാം എന്നാണ് നമ്മുടെ സിതാര വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ വിളിച്ച് പറയാൻ പറയും. അങ്ങനെ ഈ സന്തോഷം സുനന്ദ നമ്മുടെ ഗോപാലനോട് വിളിച്ച് പറയും. അപ്പോൾ ഗോപാലൻ സന്തോഷമാകും. അപ്പോൾ പറയും, തങ്കത്തിനോട് ഒരിക്കലും പറയരുതെന്നും പറയും. അങ്ങനെ ഗോപാലൻ വിളിച്ച് നമ്മുടെ കൃഷ്ണയോട് പൈസ എല്ലാം റെഡി ആയിട്ടുണ്ട്, നീ പെട്ടെന്ന് തന്നെ വരണം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സന്തോഷം തന്നെ തങ്കത്തിനോട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ തങ്കം പറയും, നിനക്ക് എവിടെ നിന്നാണ് ഇപ്പോൾ പൈസ കിട്ടിയത്, ഒരിക്കലും നടക്കാത്ത കാര്യം, നീ നിനക്ക് എവിടെ നിന്ന് കിട്ടി, കറക്റ്റ് പറയാൻ പറയും. അപ്പോൾ അവളൊന്നും പറയില്ല. അവൾ പറയും അംബാനി തന്നതാണെന്നൊക്കെ പറയും. പക്ഷേ പിന്നെ നമ്മുടെ കൃഷ്ണ പറയും, ഈ സന്തോഷ നിമിഷത്തിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും നിൽക്കുന്ന സീനിലാണ് എപ്പിസോഡ്. അതുപോലെ ഇതിന് ശേഷം നമ്മുടെ ഗാഥയ്ക്കാണെങ്കിൽ നവീൻ്റെ കോള് വരുന്നു, കുറേ പ്രാവശ്യം കോള് വരുന്നു, പക്ഷേ ഗാഥ എടുക്കുന്നില്ല. അപ്പോൾ സിതാര അത്ഭുതത്തോടെ നോക്കുന്നു, എന്താണ് ഈ കോൾ എടുക്കാത്തതെന്നുള്ള രീതിയിൽ. ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.